നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. കഠിനംകുളത്ത് വീട്ടിൽ കയറി പൂജാരിയുടെ ഭാര്യയെ കഴുത്തറുത്ത് കൊന്ന കേസിൽ വെളിപ്പെടുത്തലുമായി പൂജാരി തന്നെ എത്തിയിരിക്കുകയാണ്. ഭാര്യയെ കൊല്ലുമെന്ന് നേരത്തെ തന്നെ ഒരാൾ ഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നാണ് ഭർത്താവ് മൊഴി നൽകിയത്. ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന വെഞ്ഞാറമൂട് സ്വദേശിയായ 30 വയസ്സുള്ള ആതിരയാണ് ചൊവ്വാഴ്ച കൊല്ലപ്പെട്ടത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ആൾ തന്നെ കൊല്ലുമെന്ന് നേരത്തെ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ആതിരയുടെ ഭർത്താവായ രാജീവിനോട് പറഞ്ഞിരുന്നതായാണ് വിവരം. എന്നാൽ ഇക്കാര്യം രാജീവ് ആരോടും പുറത്തു പറഞ്ഞിരുന്നില്ല. ഇത് പുറത്തു പറഞ്ഞാൽ ആതിര ജീവനൊടുക്കുമെന്നും നേരത്തെ തന്നെ രാജീവിനോട് അറിയിച്ചിരുന്നു. ഇത് കാരണമാണ് ആരോടും പറയാതിരുന്നതെന്നാണ് രാജീവ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ആതിര കൊല്ലപ്പെട്ട ശേഷമാണ് ക്ഷേത്ര ഭാരവാഹികളോടും പോലീസിനോടും രാജീവ് ഇക്കാര്യം പറയുന്നത്. ആതിര കൂടുതൽ സമയം സമൂഹ മാധ്യമങ്ങളിൽ ചെലവിട്ടിരുന്നു. എന്നാൽ ഇത് രാജീവ് പലതവണ വിലക്കുകയും ചെയ്തിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ആളെ കണ്ടെത്താനുള്ള തിരച്ചിലാണ് ഇപ്പോൾ പോലീസ്. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടക്കുന്നത്. ആതിരയുടെ ഭർത്താവായ രാജീവ് 24 വർഷമായി ഭരണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ഇദ്ദേഹം പൂജ കഴിഞ്ഞ് 11:30 വീട്ടിലെത്തിയപ്പോഴാണ് കഴുത്തറുത്ത നിലയിൽ ഭാര്യയെ കാണുന്നത്. മകനെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ രാവിലെ 8:30 ആതിര എത്തിയത് അയൽവാസികൾ കണ്ടിരുന്നു. കൊലയാളി മതിൽ ചാടിക്കടന്ന് തൊട്ടടുത്തുള്ള വീടിന്റെ ടെറസ് വഴിയാണ് ആതിരയുടെ വീട്ടിലെത്തിയതെന്നാണ് നിഗമനം. ക്ഷേത്ര ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഇയാൾ 2 ദിവസം മുമ്പ് തന്നെ കഠിനംകുളത്ത് എത്തിയിരുന്നു. തുടർന്ന് പെരുമാതുറയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം പ്രതി ആതിരയുടെ സ്കൂട്ടർ എടുത്താണ് സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടത്. പിന്നീട് സ്കൂട്ടർ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച ശേഷം ട്രെയിനിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. സ്കൂട്ടർ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 8 വർഷം മുൻപാണ് രാജീവും ആതിരയും വിവാഹിതരാകുന്നത്.